ഇടുക്കി കാന്തല്ലൂരിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി എന്ന് അറിയിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചപ്പോൾ വാഹനത്തിൽ വരാനായിട്ട് ഡീസൽ അടിക്കാൻ പണമില്ല എന്നാണ് ഫോറസ്റ്റ് ഓഫീസർ മറുപടി. സർക്കാർ പണം അനുവദിക്കുന്നില്ല എന്നും വിശദീകരണം. ഇതോടെ കാട്ടാന ഇറങ്ങിയ വിവരം അറിയിക്കാൻ വിളിച്ച നാട്ടുകാരനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും തമ്മിൽ നല്ല വഴക്കായി. ചകട ചകട. ഡീസൽ വണ്ടി ഉരുട്ടിക്കൊണ്ടുവന്നാ മതിയോ? മര്യാദക്ക് വർത്താൻ വേണ്ട. അവിടെ വന്ന് കത്തിക്കഴിഞ്ഞ ഞാൻ ഒരു പട്ടണക്കാരനാ. ഞാൻ അവിടെ വന്ന് കത്തിക്കും നിന്നേക്ക്. ഇനിയൊന്നും വണ്ടി ഡീസൽ അടിക്കാൻ പോയിക്കണം മലയാളത്തിലല്ലേ പറയുന്നത്? ഇതുപോലെ ആനപ്രശ്നമുള്ള സ്ഥലത്ത് തന്നെ ഡീസൽ എന്തും മര്യാദയാണോ? സർക്കാർ പൈസ തരണ്ടേ ഡീസൽ അടിക്കാൻ? സർക്കാർ പൈസ തരുന്നേക്കൂടെ ജോലിക്ക് വെച്ചിരുന്നാ സർക്കാർ ശമ്പളം തന്നെയല്ലേ ജോലി വെച്ചത്? സർക്കാർ ഡീസൽ അടിക്കാൻ പൈസ നല്ല വരാൻ പറ്റുള്ളൂ. താങ്കൾ എഴുതി തരുമോ സർക്കാർ ഡീസൽ അടിക്കാൻ പൈസ തന്നില്ലെന്ന്? താങ്കൾ എഴുതി തരുമോ? ഞാൻ വരിക ഞാൻ വന്നാ കത്തിക്കും. കേരളം കത്തും. ഞാൻ വന്ന തനിക്ക് തന്നെ അറിയത്തില്ല. താനൊക്കെ കാക്കിട്ട് നടത്തിക്കുന്നേ. ഞാൻ തോക്ക് പിടിച്ചാണ് 17 വർഷം തോക്ക് പിടിച്ചാണ്. അവിടെ വന്നാ കത്തും. പട്ടാളക്കാരനെന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം കത്തിച്ച് കളയുന്ന കത്തിക്കല്ലേ ചേട്ടാ. ഇപ്പോഴും കാന്തല്ലൂരിലെ ജനവാസ മേഖലയിൽ കാട്ടാന തുടരുകയാണ്. അപ്പോൾ ഈ പട്ടാളക്കാരൻ അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയോ എന്ന് നമുക്ക് രാഹുൽ വിജയനോട് ചോദിക്കാം. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. ഞാൻ പട്ടാളക്കാരനെ കത്തിക്കും, അങ്ങനെ അവിടെ എത്തിയോ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. പട്ടാളക്കാരൻ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടില്ല. പയസ്നഗർ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് പട്ടാളക്കാരൻ വിളിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പട്ടാളക്കാരൻ എത്തുന്നതിന് മുമ്പ് തന്നെ വനംവകുപ്പ് സംഘം വണ്ടിയിൽ ഡീസൽ അടിച്ച് ആനയുള്ള പ്രദേശത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 മാസമായി ഈ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. എന്നും നാട്ടുകാർക്ക് വനംവകുപ്പിനെ കുറ്റം പറയാനും വനംവകുപ്പിനെ കുറിച്ച് പരാതി പറയാനും മാത്രമായിരുന്നു നേരം. എന്തായാലും ഇത്തവണ ഫോൺ വിളിച്ച് അതിരൂക്ഷമായ രീതിയിൽ പറയേണ്ടി വന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നിസ്സഹായരാണ് എന്നുള്ള അവസ്ഥയിലാണ്. അവരുടെ ഒരു മറുപടി കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വാഹനം ഓടിയാലേ അവർക്ക് ഈ ആന ഇറങ്ങുന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ കഴിയുള്ളൂ. വാഹനത്തിന് ഡീസൽ അടിക്കണം, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് പൈസ സർക്കാർ കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഡീസൽ അടിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ചില ആളുകൾ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് ഡീസൽ അടിക്കുന്നു എന്നുള്ള കഥകൾ വരെ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആന ഇപ്പോഴും ഈ കാന്തല്ലൂർ മേഖലയിൽ തുടരുകയാണ്. ആ റിസോർട്ട് കോമ്പൗണ്ടിനുള്ളിൽ തുടരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിന് വനത്തിലേക്ക് ഓടിക്കാൻ ഒരൽപ്പം പാടുപെടുക തന്നെ ചെയ്യും. എന്തായാലും നാട്ടുകാർ വയലന്റ് ആണ്. വനംവകുപ്പ് കാര്യക്ഷമമായി തന്നെ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തേണ്ടതുമാണ്. എസ്കെൻ, ഓക്കെ, താങ്ക് യു. ശരിക്കും അവിടുത്തെ ഏതെങ്കിലും ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് ഇങ്ങനെ ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വണ്ടികൾ ഷെഡിൽ കിടക്കുന്നുണ്ട്. നമുക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞു രാഹുൽ വിജയൻ ഇക്കാര്യം? എസ്കെൻ, അങ്ങനെ പൂർണ്ണമായിട്ടും ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ വണ്ടി ഷെഡിൽ കയറ്റിയിട്ടിട്ടില്ല. വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ RRT സംഘമുണ്ട്. അവർക്ക് ഈ ചിന്നക്കനാൽ മേഖലയിൽ ഉൾപ്പെടെ പല മാസങ്ങളായിട്ട് 5 മാസത്തോളമായിട്ട് RRTയിൽ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർക്ക് പണം ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എസ്കെൻ, ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. എന്തായാലും ഈ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടെ സംയമനം പാലിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങോട്ട് അരിച്ചു കയറി വന്നാൽ അതും ബുദ്ധിമുട്ടാവില്ലേ?